വൈറസിന്റെ ബാധയിൽ നിന്ന് വിദ്യ രക്ഷിച്ച ദൈവം തീർച്ചയായിട്ടും അവിടെ എത്താനുള്ള വഴി നമുക്ക് കാണിച്ചു തരും. ദൈവമേ, ഇപ്പൊ ഒരു മഴ പെയ്താൽ മതിയായിരുന്നു. എങ്കിൽ സേഫ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്താൻ കഴിഞ്ഞാൽ. മഴ പെയ്താലും ഇവിടുന്ന് അത്രയും ദൂരം എങ്ങനെ ഓടാനാ? അവറ്റകൾക്ക് വെള്ള അലർജി അല്ലേ? അങ്ങനെയാണ് നമ്മുടെ കമ്പനി വണ്ടി ഇനി നീ കമ്പനി വണ്ടിയെ പറ്റി പറഞ്ഞാൽ നിന്നെ ഞാൻ തന്നെ കടിച്ചു. ഞങ്ങളുടെ കമ്പനി വണ്ടിയെ പറ്റി എന്താ വിചാരിച്ചത്? അയാൾ പറയട്ടെ. സാർ, ഞങ്ങളുടെ കമ്പനി വണ്ടി എന്ത് വണ്ടിയാന്ന് സാറിന് അറിയോ? കമ്പനി വണ്ടി ഇതോടെ തീർന്നു തന്നെ. രണ്ടാഴ്ച പട്ടിണി കിടന്നവരെ പോലെ ഇവരെ കണ്ടാൽ. ആദ്യം ആരാ പോകുന്നേ? ഇവനല്ലേ ഇവൻ തന്നെ ആവട്ടെ, ഞാൻ തുറന്നുവിടാ. ഞാൻ പറയരുത് കേട്ടോ. ചൂടുവെള്ളം ദേഹത്ത് വീണ പൂച്ചയെ പോലെ ഓടിക്കോളും എല്ലാവരും. ഒരു സന്തോഷം. ഷട്ടർ തുറക്കണേ. അങ്ങോട്ട് അടിച്ചു വിട്ടു സാർ. ഷട്ടർ താത്തിക്കോ, പൂട്ട് പൂട്ട്. താക്കോലതാ. രക്ഷപ്പെട്ടെ. താങ്ക് യു സാർ. വിവരമുണ്ടോ നിങ്ങൾക്ക്? ആ താക്കോൽ താഴെ കളഞ്ഞില്ലേ? വേഗം വേഗാട്ടെ, അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോ. പോമോളെ, ആദ്യം നീ പോമോളെ. ഇല്ല, ഡോക്ടർ സാമ്പിളുമായിട്ട് പോകുന്നത് അത്യാവശ്യം. അയ്യോ, എന്താ ഇത്? ചെയ്യല്ലേ? കുടുങ്ങി. അയ്യോ, ഗേറ്റ് തുറക്കടാ. എന്തായിരുന്നു നീ കാണിച്ചേ? ആദ്യം നിനക്ക് വരാറുന്നില്ലേ? എന്ത് മണ്ടത്തര നീ കാണിച്ചേ? നവീൻ, കുറച്ചു നേരത്തിൽ ഇവിടെ ഇൻഫെക്റ്റഡ് പീപ്പിൾ അകത്ത് കയറും. നീ ഡോക്ടർ മധുവിന്റെ കൂടെ വൈറസിന് മരുന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യൂ. എന്നെ പറ്റി ആലോചിക്കണ്ട. ഇറ്റ്സ് നോട്ട് ഇൻ യുവർ ഹാൻഡ്സ്. എന്നെ രക്ഷിക്കാൻ ശ്രമിക്കണ്ട. നിന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിയേനെ. ഇതിപ്പോ ഞാനും കൂടി മരിക്കുന്ന അവസ്ഥയാ.
കളിയാ നവീൻ. എന്നെ രക്ഷിക്കാൻ 1% ചാൻസ് ഉണ്ടെങ്കിലും നീ വന്നേനെ. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ ഓടിയെത്തിയേനെ. യു നോ ദാറ്റ് രേണു, ബട്ട് ഇറ്റ്സ് പ്യൂർ സൂയിസൈഡ്. ഹലോ രേണു, രേണു ആർ യു ദേർ? ഹലോ രേണു, ആർ യു ദേർ? ഹലോ രേണു, രേണു നീ കേൾക്കുന്നില്ലേ? ഹലോ, ഐ ലവ് യു. എന്താ നിനക്ക്? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ എന്റെ അച്ഛൻ ആരും തന്നെ വന്നില്ല. നീ എന്തിനാ വന്നത്? വാ, നിന്നെ അവിടെ എത്തിക്കാം. എന്താ ഇത്? നോക്ക്. വിഷമിക്കണ്ട, നിനക്കൊന്നും ഉണ്ടാവില്ല. നിന്റെ വിദ്യയുടെ ഒരേ രക്തമായിരിക്കും. നിന്റെ രക്തത്തിന്റെ മണം എന്റെ മൂക്കിലേക്ക് തുളച്ചു കയറുക. തീർച്ചയായിട്ടും എനിക്കും ചേഞ്ച് ഉണ്ടാവും. അതിനു മുമ്പ് നിന്നെ ഞാൻ സേഫായിട്ട് അവിടെ എത്തിക്കാം. വാ. എന്റെ അനിയത്തെ നീ നന്നായി നോക്കണം. എന്നെ പുറത്തുവിട്. ഇല്ല, എന്നെ എന്തിനാ രക്ഷിച്ച്? ഇനിയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്നെ ഷൂട്ട് ചെയ്തിട്ട് വേഗം അകത്തേക്ക് പോ. എന്നെ എന്തിനാ രക്ഷിച്ചെന്ന് പറ. അകത്തേക്ക് പോകാനാ പറഞ്ഞേ. വേഗം എന്നെ ഷൂട്ട് ചെയ്യ. എന്റെ കാര്യത്തിൽ ആർക്കും ഇല്ലാത്ത താല്പര്യം നിനക്കെങ്ങനെയാ വന്നത്? Doctor, I think we got the antidote. Thank you. എൻ്റെ ഏട്ടൻ്റെ പേഴ്സിൽ ഒരു പെണ്ണിൻ്റെ ഫോട്ടോയുണ്ട്. ഏട്ടൻ അവളെ ഇഷ്ടാ. അവരുടെ കല്യാണം നടത്തി കൊടുക്കുമോ? എനിക്ക് തീർച്ചയായും ചേഞ്ച് ഉണ്ടാവും. അതിനു മുമ്പ് തന്നെ ഞാൻ സേഫായിട്ട് അവിടെ എത്തിക്കാം. വാ.
ജീവിതത്തിൽ ആർക്കും ഇല്ലാത്ത താല്പര്യം നിനക്ക് എങ്ങനെ വന്നത്?